ഹായ് ഗൈസ്, ഗലിബ്രോ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിഫ്ത്ത് വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇന്നലെ രാത്രിയോട് ഹോട്ട്സ്റ്റാർ ആരംഭിച്ചിരിക്കുന്നത്. നമ്മളിന്ന് ഞായറാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 15 മത്സരാർത്ഥികളാണുള്ളത്. അതുകൊണ്ട് തന്നെ വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും പിന്നിൽ നിന്ന് മുന്നിലേക്കും മുന്നിൽ നിന്ന് പിന്നിലേക്കും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ, ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. എന്തായാലും ഇന്ന് രാത്രി 7 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അനിമോൾ തന്നെ തുടരുകയാണ്. അനിമോളുടെ പൊസിഷൻ യാതൊരു മാറ്റമില്ലാണ്ട് തുടരുകയാണ്. വോട്ടിംഗ് തുടങ്ങിയ അപ്പം തൊട്ട് 8321 കൂറ്റൻ വോട്ട് നേടി 1-ാം പൊസിഷൻ തന്നെ പിടിച്ചടക്കിയിരിക്കുകയാണ്. 2-ാം പൊസിഷനിൽ ഷാനവാസ് ആണുള്ളത്. ഷാനവാസ് അട്ടിമറി മുന്നേറ്റം നടത്തിയാണ് 2-ാം പൊസിഷനിലേക്ക് കയറി വന്നിരുന്നത്. നേരത്തെ നൂറയായിരുന്നു 2-ാം പൊസിഷനിൽ. എന്നാൽ ഇപ്പോൾ ഷാനവാസ് നൂറയെ അട്ടിമറിച്ചുകൊണ്ട് 7509 വോട്ടിന്റെ ബലത്തിൽ 2-ാം പൊസിഷൻ പിടിച്ചടക്കിയിരിക്കുകയാണ്. 3-ാം പൊസിഷനിൽ നൂറ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് നൂറ തള്ളപ്പെട്ടിരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിലെ പ്രകടനം അതുപോലെ തന്നെ വോട്ടാക്കി മാറ്റാൻ നൂറയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 7345 വോട്ട് നേടി 3-ാം പൊസിഷനാണുള്ളത്. 4-ാം പൊസിഷനിൽ അനീഷ് വമ്പിച്ച ഒരു മുന്നേറ്റം നടത്തുകയാണ്. ഇപ്പോൾ നൂറയുമായിട്ട് ഏകദേശം ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏത് നിമിഷവും പൊസിഷൻ മാറാം. ഇപ്പോൾ 7327 വോട്ട് നേടി 4-ാം പൊസിഷനാണുള്ളത്. 5-ാം പൊസിഷനിൽ ജിസേൽ തന്നെ തുടരുകയാണ്. യാതൊരു മാറ്റവുമില്ലാണ്ട് തന്റെ പൊസിഷൻ സുരക്ഷിതമായി തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ 7133 വോട്ട് നേടി 5-ാം പൊസിഷനാണ് ഉള്ളത്. 6-ാം പൊസിഷനിൽ ആദിലയാണ് തുടരുന്നത്. ആദിലയും വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോവാതിരിക്കാൻ ആദിലെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 6899 വോട്ട് നേടി 6-ാം പൊസിഷൻ തന്നെ നിലനിർത്താൻ സാധിച്ചിരിക്കുകയാണ്. 7-ാം പൊസിഷനിൽ ബെന്നി സെബാസ്റ്റ്യനാണ് ഉള്ളത്. നേരത്തെ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും പതുക്കെ വോട്ട് കുറഞ്ഞപ്പോൾ 7-ാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 6100 വോട്ടിന്റെ ബലത്തിലാണ് 7-ാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. 8-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റവുമായിട്ട് അക്ബർ ഖാൻ കയറി വന്നതാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്നത്. വമ്പിച്ചൊരു വോട്ടിംഗ് അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. അഭിലാഷിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 6003 വോട്ടിന്റെ ബലത്തിൽ 8-ാം പൊസിഷൻ കൈയടക്കി വെച്ചിരിക്കുന്നത്. 9-ാം പൊസിഷനിൽ രേണുസുതി അട്ടിമറി മുന്നേറ്റമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. കാരണം ഇത്തവണ പുറത്തു പോകുമെന്ന് വിചാരിച്ച മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റമായി 5899 വോട്ടിന്റെ ബലത്തിൽ 9-ാം പൊസിഷൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. 10-ാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അഭിലാഷ് ഇപ്പോൾ വോട്ടിങ്ങിൽ നല്ല രീതിയിലൊരു കുറവ് വരുന്നുണ്ട്. ഒരു ഡേഞ്ചർ സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5790 വോട്ട് നേടി 10-ാം പൊസിഷനാണുള്ളത്. 11-ാം പൊസിഷനിൽ അപ്പാനി ശരത്താണുള്ളത്. അപ്പാനി ശരത്തിന് ഇപ്പോൾ നല്ല രീതിയിലൊരു വോട്ടിംഗ് കുറവ് സംഭവിച്ചിരിക്കുകയാണ്. ഒരു പൊസിഷൻ പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ ഉള്ളത്. 5750 വോട്ട് നേടിയാണ് 11-ാം പൊസിഷനുള്ളത്. 12-ാം പൊസിഷനിൽ റെന ഫാത്തിമയാണുള്ളത്. റെന ഫാത്തിമ കുറേ വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. 5455 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. വരും മണിക്കൂറിലുള്ള വോട്ടിംഗ് വളരെ നിർണായകമാണ്. 13-ാം പൊസിഷനിലേക്ക് ശൈത്യ കയറി വന്നിരിക്കുന്നതാണ് മറ്റൊരു അട്ടിമറി. കാരണം ലാസ്റ്റ് പൊസിഷനിലുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ആര്യനെ അട്ടിമറിച്ചുകൊണ്ട് 5321 കൂറ്റം വോട്ട് നേടി 13-ാം പൊസിഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. 14-ാം പൊസിഷനിലേക്ക് ആര്യൻ കസ്തൂറിയ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വോട്ടിംഗ് നല്ല രീതിയിലുള്ള ഒരു കുറവ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 5123 വോട്ട് നേടി 14-ാം പൊസിഷനാണുള്ളത്. 15-ാം പൊസിഷനിൽ ഒനിൽ സാബു തന്നെ തുടരുകയാണ്. ഇത്തവണ പുറത്തു പോകുന്ന ഉറപ്പിച്ച് പറയാവുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് ഒനിൽ സാബു. എന്തായാലും വരും മണിക്കൂറിലെ വോട്ടിംഗ് എണ്ണമാണ്. ഇപ്പോൾ 5045 വോട്ട് നേടി 14-ാം പൊസിഷനാണുള്ളത്. താങ്ക് യു.